ും ആ കൊടികൾ കയറ്റുന്നു. കാഞ്ഞിരമുറ്റത്ത് കാണുന്നൊരു ദൃശ്യമാപ്പ നിങ്ങൾ കണ്ടത്. കാഞ്ഞിരമുറ്റത്ത് കൊടി കയറ്റുന്നതിന്റെ ദൃശ്യം. അതിനൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ നായകന്മാരാകുന്നത്, നേതാക്കന്മാരാകുന്നത് മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം കൊടികൾ അവർ കയറ്റുന്നു, കൊടികളുമായി നടക്കുന്നു. മമ്പുറത്ത് കൊടി പ്രശസ്തമായ കൊടിയാണ്. മമ്പുറം ജാറത്തിലെ കൊടി നിങ്ങൾ എടുക്കാറുണ്ട്. എന്തിനാ കേട്ടോളൂ. ഞാൻ സിറാജിൽ നിന്നാണ് വായിക്കുന്നത്. മമ്പുറം ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറയുടെ തലഭാഗത്തുള്ള കൊടിയാണ് മഴക്കും നടപ്പുദീനത്തിനും കൃഷിനാശത്തിനുമൊക്കെ എടുക്കുന്നത്. ഇപ്പം മഴക്ക് വേണ്ടി, നടപ്പ് ദീനം മാറാൻ വേണ്ടി, കൃഷിനാശം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് എവിടുത്തെ കൊടിയാ? മമ്പുറം മഖാമിൽ നിന്ന് എടുക്കുന്നതാണ് കൊടി. ഇനി കേട്ടോളൂ. മമ്പുറം മഖാമിൽ നിന്ന് കൊടിയെടുക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം ഹിജ്റ 1183 ശേഷമാണെന്ന് കരുതപ്പെടുന്നു. തൻ്റെ അമ്മാവനായ സയ്യിദ് ഹസൻ ജിഫിരി തങ്ങളുടെ മഖ്ബറക്കരികിൽ ഉയർത്തിയ കൊടി എടുത്തുകൊടുത്തുകൊണ്ട് സയ്യിദ് അലവി തങ്ങൾ ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ഏറ്റവും ഒടുവിൽ മമ്പുറത്തു നിന്ന് കൊടിയെടുത്തത് 1991 നോക്കണം. സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറയുടെ തലഭാഗത്തുള്ള മനോഹരമായ 50-ലധികം കൊടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതും അധികം ഭംഗിയുള്ളതുമായ കൊടിയാണ് എടുക്കുന്നത്. ഇന്നും ആചാരത്തനിമ നിലനിർത്തുന്ന ചുരുക്കം ചില മഖാമുകളിൽ ഒന്നാണ് മമ്പുറം മഖാം. ഇനി കേട്ടോളൂ സുഹൃത്തുക്കളെ, മമ്പുറത്ത് നിന്ന് കൊടിയെടുക്കുമ്പോൾ അതിന് ചില ഷർത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മുട്ടും വിളിയും മമ്പുറത്തെ തങ്ങൾ അനുകൂലിച്ചിരുന്നു. നിങ്ങളെ സിറാജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് മുജാഹിദ് എഴുതിയതല്ല, നിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതല്ല. നിങ്ങളുടെ സിറാജിൽ എഴുതിയതാണ്. മമ്പുറത്തെ കൊടിയെക്കുറിച്ച് എഴുതിയപ്പോ മമ്പുറത്തെ കൊടി കിട്ടണമെങ്കിൽ അതിന് ചില ഷർത്തുണ്ട്. എല്ലാവരുമാണ് ചെന്നാൽ കിട്ടുമൊന്നുമില്ല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ എല്ലാവരും വെറുതെ ചെന്നാൽ കിട്ടൂല. പിന്നെ എന്തൊക്കെ വേണം കേട്ടോളൂ. മുമ്പ് വരൾച്ച ബാധിച്ചു നാട്ടിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടാൽ അവർ വെള്ളത്തിന് ആധുനിക മാർഗങ്ങൾ തേടിപ്പോകുന്ന പതിവുണ്ടായിരുന്നില്ല. പിന്നെന്താ ചെയ്യാ കേട്ടോളൂ. മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. വെറുതെ എന്നാ മമ്പുറത്തുനിന്ന് കൊടി കിട്ടൂല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് ഹറാമാന്നൊക്കെ പറയണില്ലേ? നിങ്ങൾ പറയല്ലേ, ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ MA ഉസ്താദ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അൽബയാനിൽ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, നിങ്ങളെ അൽബയാനിൽക്കൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ? എന്നാ മമ്പുറത്തെ തങ്ങൾ അവിടുന്ന് കൊടി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ഷർത്ത്? മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് ചെന്നാലോ? ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. ഇപ്പൊ തുടങ്ങിയതല്ല, മമ്പുറത്തെ തങ്ങളുടെ കാലത്തെ ഈ നിയമം കർശനമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ടതാണ് മുട്ടും വിളി. ചീനിമുട്ട് എന്നതായിരിക്കാം ഇതിന് കാരണം. മുട്ടും വിളിയും കൊണ്ടുവന്നാലുമുണ്ട് കൊടി കിട്ടാൻ ചില കടമ്പകളൊക്കെ. ആ കൊടിയും കിട്ടണ നിങ്ങൾ ബാൻഡ് മുട്ടും വിളിയൊക്കെ ആയിട്ട് വന്നാലും പോരാ, ഇനിയും ചില കടമ്പ കടക്കാറുണ്ട്. എന്താ കടമ്പ? ആദ്യം അവർ ചെറിയൊരു തുക അവിടെ കെട്ടിവെക്കണം. അതവിടെ കെട്ടിവെക്കണം, ചെലാനടക്കണം. അതിനുശേഷം അവിടുത്തെ ഖത്തീബിന്റെ വകയായുള്ള പ്രാർത്ഥനയും കൊടി കൊണ്ടുപോകുന്ന നാട്ടുകാരുടെ ഉദ്ദേശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഭാസാംഗ പ്രസംഗവും കഴിയണം. എല്ലാവർക്കും കൊടി പിടിക്കാൻ അനുവാദമില്ല. മഖാമിലെ സ്ഥിരം മൊല്ലാക്കമാർക്കേ അതിന് അനുവാദമുള്ളൂ. പ്രാർത്ഥനയും പ്രസംഗവും കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മഖ്ബറയുടെ തലഭാഗത്തുള്ള കൊടികളിൽ സാധാരണ കൊണ്ടുപോകാറുള്ള കൊടിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങും. അതിൻ്റെ പിന്നിലായി സുഗന്ധമുള്ള പുകച്ചുരുളുകൾ ഉയർത്തുന്ന ഉലുവാൻ കൂടുമായി മറ്റൊരാളും നീങ്ങും. അവർക്ക് പിന്നിൽ യാ നബി സലാം എന്ന് പാടിക്കൊണ്ട് ജനക്കൂട്ടവും ഏറ്റവും ഒടുവിൽ മുട്ടും വിളിക്കാരും നീങ്ങും. ഏറ്റവും പിന്നാലെ മുട്ടും വിളിക്കാരും നീങ്ങും. ഗ്രാമത്തിലെല്ലാം കൊണ്ട് നടന്ന് തിരിച്ച് അതേ ആരവത്തോടുകൂടി തന്നെ മഖാമിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ ആദ്യം പിടിച്ച ആള് മറ്റൊരാൾക്ക് കൊടി കൈമാറാൻ പാടില്ല. എന്തൊക്കെ ഇപ്പൊ ഷർത്തുകൾ ഇനി വിവരിക്കണ്ട. ഇതാ കൊടി,
ഈ കൊടി കുത്തലും ഈ കൊടി കയറ്റലും ഈ കൊടി കൊണ്ട് നടക്കലുമാണ് നിങ്ങളെ കൊടി കുത്ത് നേർച്ച. അതാ ചോദിച്ചത് മക്കത്തും മദീനത്തുണ്ടോ. അതിനാ നിങ്ങൾ പറഞ്ഞത് മിനയിലും അറശിയിലൊക്കെ ഏത് രാജ്യങ്ങളുടെ കൊടിയാ കുത്താത്തത്? നല്ല മറുപടിയല്ലേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മൂപ്പര് നടത്തി.